ഹായ്, നമുക്കിന്ന് കുറച്ച് പുളി പറക്കാൻ പോവാവേ. ഇതാണ് നമ്മുടെ പുളിമരം. ഇവിടെ കുറച്ചൊക്കെ വീണ് കിടപ്പുണ്ട്. ഞാൻ കുറച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കൊടംപുളി കണ്ടോ. ഇതാണ് കൊടംപുളിയുടെ കുരു. നല്ല സാറ്റിസ്ഫാക്ഷനാണ് ഇങ്ങനെ ചെയ്യുമ്പം, അടിപൊളിയാണ്. നമുക്ക് കുറച്ച് അവിടെ എവിടെയും കുറേ വീണ് കിടപ്പുണ്ട് കേട്ടോ. നമുക്ക് ഈ വീണ് കിടക്കുന്നൊക്കെ നല്ലതായിട്ട് പറക്കി എടുത്തുകൊണ്ട് വരാം. കുഞ്ഞാവേ എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. അവന് ഇത് പറക്കുമ്പോൾ 1 2 3 എണ്ണിക്കൊണ്ടേ പറക്കത്തുള്ളൂ. 2-3 പറക്കി കഴിയുമ്പോഴേക്കും അവനും ബോറടിക്കും. ഞാൻ പിന്നെ വണ്ടി എടുത്തുകൊണ്ട് വന്ന് കളിയും പറിച്ചിലൊക്കെ ആവും. ഇതൊക്കെയാണ് നമ്മുടെ കുടംപുളി വിശേഷങ്ങൾ. ഇവിടുന്ന് നമുക്ക് ഇന്നത്തേനുള്ള പുളി ആയിട്ടുണ്ട്. നമുക്കിതും കൊണ്ട് വീട്ടിലേക്ക് പോവാം. വീട് അടുത്ത് തന്നെ കേട്ടോ. അപ്പുറത്ത് നിന്ന് കുറച്ച് ഇപ്പുറത്തേക്ക് വന്നാൽ മതി. അങ്ങനെ ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടാണ് പുളി പൊട്ടിക്കുന്നത്. ഹസ്ബൻഡാണെങ്കിൽ അല്ലാതെ തന്നെ പൊട്ടിക്കും. അപ്പം അങ്ങനെ ചേട്ടായി പൊട്ടിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. ഒരു പുളി ഇങ്ങനെ എടുത്തിട്ട്, ഇതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അപ്പം ഇങ്ങനെ എടുത്തിട്ട് കുറച്ച് നമ്മൾ പുളി കഴുകാൻ വേണ്ടി വെള്ളത്തിലിടണം. കുരു നമ്മൾ സെപ്പറേറ്റ് വയ്ക്കണം. ഇങ്ങനെ ഇത് നിറച്ചും ഇതിൻ്റെ കുരുക്കളാണ്. ഈ കുരുക്കൾ വേണമെങ്കിൽ നമുക്ക് കളയാം. വേറെ എന്തെങ്കിലും ഉപയോഗിക്കാമോ എന്നറിയത്തില്ല. അതിനുശേഷം നല്ലതുപോലെ പുളി കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിൻ്റെ അഴുക്കും എല്ലാം കഴുകി, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. നല്ലപോലെ കഴുകി എടുത്തിട്ട് നല്ല വെയിലുള്ള സ്ഥലത്തും വയ്ക്കാം, പുകയത്തും വയ്ക്കാം. നമുക്കിവിടെ പുകയിടാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നല്ല വെയിലുണ്ട് വീടിൻ്റെ ബാക്കിൽ നമ്മളവിടെ കൊണ്ടുപോയി ഇത് കഴുകി വൃത്തിയാക്കിയ പുളിയാണ് കേട്ടോ. ഇതുപോലെ നേരത്തെ ഉണങ്ങാനുള്ള പുളികളും കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കൊതുക് വലയായിരുന്നു. ഇപ്പം അത് മോശമായിപ്പോയി. അപ്പോൾ നമ്മളിത് ഉണക്കാൻ വേണ്ടിയിട്ട് എടുത്തു. ഇങ്ങനെ പുളിയൊക്കെ നല്ലപോലെ നിരത്തിയിടണം. ഇതൊക്കെ നേരത്തെ ഉണങ്ങിയ പുളികളും ഉണങ്ങാനുള്ള പുളികളും ഒക്കെയാണ്. നല്ല രീതിയിൽ നമ്മൾ ഉണക്കിയെടുത്ത് 2-3 ദിവസത്തെ വെയിൽ കൊള്ളുമ്പോൾ തന്നെ ഒന്ന് മങ്ങി തുടങ്ങും. പിന്നെ ഒരു 5-6 ദിവസം വെയിലാകുമ്പോഴേക്കും നല്ല പോലെ ഉണങ്ങി കിട്ടും. പിന്നെ ചെറുതായിട്ട് പുക കൊടുക്കാനുള്ള ഒരു സംവിധാനം നമുക്കുണ്ട്. അങ്ങനെ നമ്മൾ ഉണങ്ങിക്കഴിഞ്ഞ പുളികളെ എടുത്തിട്ട് പുകയത്ത് വയ്ക്കാറുണ്ട്. നമുക്ക് പുകയ്ക്കുമ്പോൾ ഉള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ പുകയൊക്കെ കണ്ണിൽ കയറും. ഇതാണ് നമ്മൾ ഉണങ്ങിയതിന് ശേഷമുള്ള പുളികൾ. ഇതിനകത്ത് വെളിച്ചെണ്ണയും ഉപ്പൊക്കെ ഇട്ട് മയപ്പെടുത്തിയെടുക്കണം. മയപ്പെടുത്തിയ ഫോട്ടോസും വീഡിയോസും ഞാൻ പിന്നെ ഇടാൻ കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ചെയ്തതിന് ശേഷമേ നല്ലതുപോലെ മയപ്പെടുത്തി എടുക്കുകയുള്ളൂ. ഓക്കേ.